ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ കയറിയതാണവർ. എനിക്കൊരു കാര്യം. പെട്ടെന്ന് ജിൻഹിക്ക് ഒരു പൊതി അവൾക്ക് നേരെ നീട്ടുന്നു. അതവൾ തുറന്നു നോക്കുന്നു. ക്യാമറയ്ക്ക് വേണ്ടിയുള്ള കവരാ. ഹൈദരം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അതിൽ തൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നത് കണ്ട് സുഹിൻ എന്ത് പറയണമെന്ന് അറിയാതെ പോകുന്നു. എന്തു പറയാമെന്നല്ലോ? ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുഹിന്റെ അച്ഛൻ താൻ ഇലക്ഷന് വേണ്ടി ഇല്ലീഗലായി ഒരു വലിയ കമ്പനിയിൽ നിന്നും പൈസ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആ കുറ്റം കോടതിയിൽ ഏറ്റു പറഞ്ഞ് എന്ത് ശിക്ഷ വാങ്ങാനും തയ്യാറാണെന്നും പറയുന്നു. വാർത്ത കാട്ടുതീ പോലെ പടരുന്നു. ആ വലിയ കമ്പനി ചേവമൺ കിമ്മിന്റേതാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. രാത്രി 10 മണിയായിട്ടും ഫോണിലേക്ക് മിസ്റ്റർ നാമിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സുഹിൻ. ഹലോ, അച്ഛൻ എങ്ങനെയുണ്ടെങ്കിൽ? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മോളെ, ഞാൻ സേഫായി വീട്ടിലെത്തിച്ചോളാം. നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ. അങ്ങനെ കാർ പാർക്കിങ്ങിൽ ചെന്നതും ദാ അവിടെ നിൽക്കുന്നു ജിൻഹ്യോക്. അവർ രണ്ടുപേരും കൂടി ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്നു. ജോലി ഒരുപാടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ തനിക്ക് വേണ്ടി കാത്തു നിന്നതാ. നമുക്ക് ബ്രേക്കപ്പ് ആവാം ജിൻഹ്യോക്. ഞാൻ ഒരുപാട് ആലോചിച്ചു. നമ്മുടെ ബന്ധത്തിൽ നമുക്ക് മാത്രമേ സന്തോഷിക്കാൻ പറ്റൂ. എനിക്കറിയാം അച്ഛൻ്റെ കാര്യോർത്ത് താൻ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയാത്തത് ഐ എം റിയലി സോറി. അതുകൊണ്ടൊന്നുമല്ല ജിൻഹ്യോക്, നമ്മുടെ നല്ല ഓർമ്മകൾ ഇന്ന് ഞാൻ ചെറിഷ് ചെയ്യും. പോവാനെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ അവൻ കയറി പിടിക്കുന്നു. എന്നാൽ അത് വിടുവിച്ച് അവൾ പോകുന്നു. അവൻ്റെ ഹൃദയം തകർന്നു പോകുന്നു. ഒരുപാട് തവണ അവൻ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. പിറ്റേന്ന് വർക്കിന് പോയിട്ട് അവൻ വയ്യാണ്ടിരിക്കുന്നത് കണ്ട് ടീം ലീഡർ ലീവ് എടുത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നു. വീട്ടിലേക്ക് പോകും വഴി അവൻ അച്ഛൻ്റെ കടയിൽ കയറുന്നു. ഞാൻ അപ്പോഴേ രാവിലെ നിന്റെ കോലം കണ്ട് പറഞ്ഞതല്ലേ പോകണ്ടെന്ന്. സിഇഒ വളരെ ടഫായിട്ടിരിക്കുന്ന സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ നീ വേണ്ടി സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കാൻ. എന്തായാലും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ജിൻഹിക്കിൻ്റെ കോലം കണ്ട അമ്മയും നല്ലതുപോലെ വരീഡാകുന്നു. ടീം ലീഡറിൽ നിന്ന് ജിൻഹിക്ക് വയ്യാതെ വീട്ടിലേക്ക് പോയ കാര്യം സുഹിൻ അറിയുന്നു. രാത്രി കേക്കും മറ്റും വാങ്ങി സെക്രട്ടറി സുഹിന് മുന്നിൽ വയ്ക്കുന്നു. നിന്റെ പൊളിഞ്ഞ ഹൃദയത്തിന് മധുരം നല്ലതാ. അവളത് കഴിക്കുന്നു. എന്തായാലും കുറച്ചൊരു കാലത്തേക്ക് ഇനി ഹോട്ടലിന് പിറകെ ചേവൻ കിം വരില്ല. അതിനും വലിയ നിയമക്കുരുക്കിലാണ് അവരിപ്പോൾ പെട്ടിരിക്കുന്നത്. അച്ഛൻ ഞാൻ കാരണം പ്രശ്നത്തിലായി. ബെസ്റ്റ്, നീ കാരണമാണ് ജിൻഹിക്കിൻ്റെ അമ്മ അങ്ങനെ വന്ന് പറഞ്ഞതെന്നോട് നീ പറയരുത്. താൻ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ക്യൂബയിലേക്ക് പോകുമെന്ന് അവൾ പറയുന്നു. നീ എവിടെ പോയാലും ഞാനും നിന്റെ കൂടെ കാണും. അവൾ ചിരിക്കുന്നു. അച്ഛനോടമ്മ താൻ സുഹിനോട് ബ്രേക്കപ്പ് ആവാൻ പറഞ്ഞ കാര്യം പറയുന്നു. നീ ചെയ്തത് തെറ്റാ. നമ്മുടെ മോൻ ഇപ്പോൾ വിഷമമാണെങ്കിലും പിന്നീട് ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ എല്ലാം മറക്കും. അവനെ നിനക്കറിയില്ലേ, അവൻ ഒരിക്കലും ആ കുട്ടിയെ മറക്കില്ല. അവൻ സഫർ ചെയ്യുന്നത് കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാ. അമ്മ കരഞ്ഞു പോകുന്നു. ഫ്രണ്ടിന്റെ കടയിൽ നിന്നും തിരികെ വന്ന ജിൻഹ്യോക് ഇതെല്ലാം കേൾക്കുന്നു. സെക്രട്ടറിയെ വിളിച്ചിട്ട് സുഹിൻ എവിടെയാണെന്ന് ചോദിച്ച് അവൾ ഉള്ളിടത്തേക്ക് അവൻ ചെല്ലുന്നു. ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. അമ്മ കാണാമെന്ന കാര്യം എന്ത് പറയാഞ്ഞത്? അവൾ അവനെ തള്ളി മാറ്റുന്നു. അതുകൊണ്ടല്ല ജിൻഹ്യോക് ഞാൻ ബ്രേക്കപ്പ് ആവുമെന്ന് കരുതിയത്. അമ്മയ്ക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി, എല്ലാം ശരിയാകും. നിനക്ക് വേണ്ടപ്പെട്ടവരെ നീയും ഞാൻ കാരണം ബുദ്ധിമുട്ടി പതിയെ എക്സോസ്റ്റഡ് ആവുന്നത് കാണാൻ എനിക്ക് വയ്യ. അതിൽ എത്രയോ ചെറുതാ ഇപ്പോഴുള്ള നമ്മുടെ വിഷമം. അവൾ പോകുന്നു. അവനാകട്ടെ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരയുന്നു. വീട്ടിലെത്തിയപ്പോൾ ദാ അമ്മ സോഫയിൽ കിടക്കുന്നു. അമ്മയ്ക്ക് പുതുപ്പൊക്കെ ചൂടിക്കൊടുത്തിട്ട് അവൻ തന്റെ മുറിയിലേക്ക് പോകുന്നു. ഇറങ്ങി വന്ന കണ്ണുകൾ അമ്മ തുടയ്ക്കുന്നു. തന്റെ അമ്മയോട് സുഹിൻ കുറച്ച് ദൂരെയായി ഒരു ചെറിയ ആർട്ട് ഗാലറി ഉണ്ടെന്നും അത് നോക്കി നടത്താനും പറയുന്നു. എനിക്കറിയാം അമ്മയ്ക്ക് ആർട്ട് എത്ര ഇഷ്ടമാണെന്ന്. പണ്ട് എന്നെയും കൂട്ടി ആർട്ട് ഗാലറീസ് കാണാൻ പോയില്ലായിരുന്നു അമ്മ. നിനക്കെന്നോട് ദേഷ്യമില്ലേ മോളെ? എന്തിനാ അമ്മ ദേഷ്യം? അമ്മ എൻ്റെ അമ്മയല്ലേ. അവൾ പോയതും താൻ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവൾ പൊട്ടിക്കരയുന്നു. തിരികെ ഓഫീസിലേക്ക് എത്തിയ സുഹിനെ കാത്തിരുന്നത് എക്സ് ഹസ്ബൻഡ് അയാളുടെ പേരിലേക്ക് മാറ്റിയ ഷെയറുകളെല്ലാം അവളുടെ പേരിലേക്കാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ്. എന്നാൽ അവളത് നിഷേധിക്കുന്നു. ടീം ലീഡർ ജിൻഹ്യോക്കിനോട് അവനും സുഹിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്യൂബയിലെ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്ത് തീരും വരെ അവിടെ നിൽക്കാൻ പോവുകയാണെന്ന് സിഇഒ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ചുമതല ഏറ്റെടുക്കണമെന്ന്. ഒരിക്കലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ജിൻഹ്യോക്കിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവൻ തന്റെ കമ്പ്യൂട്ടറിൽ റെസിഗ്നേഷൻ ലെറ്റർ എഴുതുകയായിരുന്നു. പെട്ടെന്ന് തങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അവന്റെ ഉള്ളിലേക്ക് വരുന്നു. പോകാനെ എഴുന്നേറ്റ് തരുന്ന സുഹിൻ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ജിൻഹ്യോക് കയറി വരുന്നത്. തനിക്ക് ബ്രേക്കപ്പ് ആവാൻ താല്പര്യമില്ലെന്നും തന്റെ വാക്കുകളെല്ലാം പാലിച്ച് താൻ സുഹിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും അവൻ പറയുന്നു. നേരത്തിന് ഞാനുമായി ബ്രേക്കപ്പ് ആവാം, പക്ഷെ എന്നിൽ നിന്നത് പ്രതീക്ഷിക്കരുത്. സുഹിന്റെ അമ്മയുടെ മൊഴിയെടുപ്പ് കൂടി കഴിഞ്ഞതോടെ പ്രോസിക്യൂഷൻ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്ന വിവരം അറിഞ്ഞ ജിൻഹ്യോക് അവൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ജിൻഹ്യോകിന്റെ പെട്ടെന്നുള്ള ഉത്സാഹക്കുറവും ശ്രദ്ധയില്ലായ്മയും ഒക്കെ കണ്ട ഹേയൻ അവനോട് കാര്യങ്ങൾ തിരക്കുന്നു. ഞാൻ നിന്റെ ഫ്രണ്ടാണ്, കള്ളം പറയരുത്. സിഇഒ എന്നോട് ബ്രേക്കപ്പ് വേണമെന്ന് പറഞ്ഞു. ഹെയ്ൻ അവനോട് തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും അപ്പോഴാണ് സുഹിനുമായി അവൻ അടുത്തു നിന്നും പറയുന്നു. വർക്ക് ചെയ്യാൻ വരുമ്പോൾ നീ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലേ? അതെ, പക്ഷെ പിന്നീട് എൻ്റെ ഫീലിങ്സ് എനിക്ക് തന്നെ വ്യക്തമായി. നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു.
ബട്ട് ഇതൊരിക്കലും ലവ് ആയിരുന്നില്ല. നീയും ചായയും നല്ല ജോഡികളാണ്, നിങ്ങളിങ്ങനെ പിരിയരുത്. ഒരിക്കലും ഇല്ല. ഫ്രണ്ട് താൻ വാങ്ങിയ കമ്മൽ സെക്രട്ടറിക്ക് കൊടുക്കുന്നു. എനിക്ക് മെറ്റൽ അലർജിയാണ്. ഇത് ഗോൾഡാണ്, ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം, നല്ല ഡിസൈനാ. ബട്ട് എനിക്കിത് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് എന്തോ എനിക്ക് കുറച്ച് ഒരു ഫ്രണ്ട് തരുന്നതാണെന്ന് കരുതിയാൽ മതി. ആ എങ്കിൽ ഓക്കെ. അവളതെടുക്കുന്നു. ജോലി കഴിഞ്ഞിറങ്ങിയ ജിനിക്കിന് കത്ത് അമ്മ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ തണുപ്പത്തിറങ്ങി നിൽക്കുന്നത്. അവരൊരു കോഫി ഷോപ്പിൽ കയറുന്നു. അമ്മ അവനോടെല്ലാം തുറന്നു പറയുന്നു. താനിതെല്ലാം മുന്നേ അറിഞ്ഞിരുന്നെന്നും ആദ്യം കുറച്ച് വേദനിച്ചെങ്കിലും അമ്മ അങ്ങനെ ചെയ്തതിൻ്റെ കാരണം തനിക്ക് മനസ്സിലായെന്നും അവൻ പറയുന്നു. ഞാൻ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സുഹിനെ സ്നേഹിക്കുന്നുണ്ടമ്മേ. അതൊരിക്കലും മാറില്ല. അമ്മയുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും മാറും. പിറ്റേന്ന് ജോലി കഴിഞ്ഞിറങ്ങിയ സുഹിനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത് ജിൻഹിക്കായിരുന്നു. പോകും മുമ്പ് കുറച്ച് ഫിലിംസ് അവൻ അവളുടെ കയ്യിൽ കൊടുക്കുന്നു. താൻ സ്വയം മറന്നുപോയ ചില കാര്യങ്ങളാണിതിൽ. അവൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് നിർബന്ധിച്ച് കൊടുത്തിട്ട് പോകുന്നു. പിറ്റേന്ന് സുഹിനെ കാണാൻ ഓഫീസിലേക്ക് ജിൻഹിക്കിൻ്റെ അമ്മ വരുന്നു. അവർ താനുണ്ടാക്കി കുറച്ച് ഫുഡും കൊണ്ടുവന്നിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ, നിങ്ങളുടെ ബന്ധത്തെ സംശയിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ സുഹൻ താൻ ആ കാരണം കൊണ്ടല്ല ബ്രേക്കപ്പ് ആയതെന്നും അതോർത്ത് വിഷമിക്കരുതെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ തിരികെ വിടുന്നു. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുഹിൻ്റെ അച്ഛന് പിന്നാലെ ചെറുമൻ കിമ്മും അറസ്റ്റിലാകുന്നു. സുഖമായിരിക്കുന്നു അച്ഛാ. സുഖം മോളെ, നീ ബ്രേക്കപ്പ് ആയി എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ എന്ത് ഫീലാണ് തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായി അച്ഛാ. ജിൻഹിക്കും അവൻ്റെ കുടുംബവും അത് അനുഭവിക്കരുതെന്ന് കരുതിയാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. മോളെ, കുറച്ച് കഴിഞ്ഞ് നീ സ്വയം ചിന്തിക്കും ആ തീരുമാനം നല്ലതായിരുന്നു എന്ന്. സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലുത്. തിരികെ ഓഫീസിൽ ചെന്നപ്പോൾ അവളെ കാത്ത് ജിൻഹിക്കിൻ്റെ ഒരു പ്രസൻറ്റ് ഉണ്ടായിരുന്നു. അത് ചെരുപ്പായിരുന്നു. നിന്നെ എന്നിലേക്ക് എത്തിച്ച ചെരുപ്പ് ഞാൻ തിരികെ തരികയാണ്. വീണ്ടും അത് എന്നിലേക്ക് തന്നെ തിരികെ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച്. യു ആർ മൈ വൺ ആൻഡ് ഓൺലി ലവ്. ഇത് കൂടി കേട്ടതോടെ സുഹിൻ ഓഫീസിൽ നിന്നിറങ്ങി നേരെ മിസ് ലീയുടെ വീട്ടിലേക്ക് ചെന്ന് ഡാർക്ക് റൂമിൽ പോയി ആ ഫിലിം ചിത്രമാക്കി മാറ്റുന്നു. അന്ന് അവർ ഒരു ഡേറ്റിന് പോയപ്പോൾ എടുത്ത ചിത്രങ്ങളായിരുന്നു അവ. അവൾ അതിൽ വളരെ സന്തോഷവതിയായിരുന്നു. ആ വലിയ മഞ്ഞുവീഴ്ചയ്ക്കിടയിലും അവനെ കാണാനായി അവൾ ചെല്ലുന്നു. ആ പ്ലേ ഗ്രൗണ്ടിൽ ഊഞ്ഞാലിൽ അവനുണ്ടായിരുന്നു. ഈ പ്ലേ ഗ്രൗണ്ട് പോയാൽ താൻ എവിടെ പോയിരിക്കും? അവളെ കണ്ടതും അവൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. സോറി ജിൻഹുക്ക്, നീ ഇല്ലാതെ ചിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകി. അവർ പരസ്പരം ചുംബിക്കുന്നു. അങ്ങനെ ഒരു വർഷം കഴിയുന്നു. സെക്രട്ടറിയും ഫ്രണ്ടും ഇപ്പോഴും പരസ്പരമുള്ള ഇഷ്ടം തുറന്നു പറയാതെ പറഞ്ഞുകൊണ്ട് ഡേറ്റ് ചെയ്യുന്നു. സുഹിൻ്റെ അമ്മ ആർട്ട് ഗാലറിയൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു. ജിൻഹിക്കിൻ്റെ അമ്മയാവട്ടെ ഇനി ജിൻഹുക്ക് സുഹിനെയും കൂട്ടി വരുമ്പോൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് വണ്ടടിക്കുകയായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഇണക്കുരുവികൾ പണി കഴിഞ്ഞ ക്യൂബയിലെ ഹോട്ടലിലെ കാര്യവും അവിടെ പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലുമായിരുന്നു. നമുക്ക് നവദമ്പതികളായി അങ്ങോട്ടേക്ക് പോയാലെന്താ? സുഹിൻ ചിരിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് പരസ്പരം താങ്ങും തണലുമായി അവരിരുവരും നടന്നു പോകുന്നു. എൻകൗണ്ടർ എന്ന ഡ്രാമ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. പുതിയൊരു ഡ്രാമയുമായി കാണും വരെ ഗുഡ് ബൈ ഫ്രം റോണ ടോക്സ്.